ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ നത്തിങ് ഫോൺസിലുള്ള വിജിറ്റ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയായിരിക്കില്ല, നത്തിങ് ഫോൺസിനെ ഫേമസ് ആക്കാനുള്ള ഒരു റീസൺ അതിന്റെ ഡിസൈൻ ആണെന്ന്. അതുപോലെ തന്നെയാണ് അതിലത്തെ വിജിറ്റ്സും. ബാക്കിയുള്ള ഫോൺസിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളും കസ്റ്റമൈസബിളും യുണീക്കും ആയിട്ടുള്ള വിജിറ്റ്സ് ഈ ഫോൺസിലുണ്ട്. ഈ ഫോണിൽ നമ്മൾ ഗൂഗിളത്തെ ആപ്സിലത്തെ വിജിറ്റ്സും അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിജിറ്റ്സ് ഉണ്ടെങ്കിൽ അതും, അതുകൂടാതെ നത്തിങ്ങിന്റേതായ കുറെ യുണീക്ക് ആയിട്ടുള്ള വിജിറ്റ്സും, പിന്നെ ഏത് നത്തിങ് യൂസറിന് വേണമെങ്കിലും യൂസ്ഫുൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിജിറ്റ്സ് ഉണ്ടാക്കാൻ അറിയെങ്കിൽ അതുണ്ടാക്കിയിട്ട് നത്തിങ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അത് നത്തിങ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ ഡെവലപ്പ് ചെയ്ത് ബാക്കിയുള്ള യൂസേഴ്സിനും കൂടെ ആക്സസിബിൾ ആക്കി തരികയും ചെയ്യും. സോ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന വിജിറ്റ്സ് ഒക്കെ നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. സോ ആ ആപ്പ് ഏതാണെന്നും അതുപോലെ തന്നെ ഇങ്ങനെ കുറെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ കിട്ടുന്ന ആപ്സ് 2-3 ഉണ്ട്. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഈ വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നത്തിങ്ങിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള വിജിറ്റ്സും അതിന്റെ യൂസും അതിനെ കസ്റ്റമൈസ് ചെയ്യുക എങ്ങനെയാണെന്നും പ്ലസ് ആ പറഞ്ഞ ആപ്സ് അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒന്നും വിട്ടോണ്ട. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും അറിയെങ്കിൽ അതും കൂടെ കമന്റ്സിൽ പറയട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇനി കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് തരാം. ഏത് വിജിറ്റ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും അതിന് നമ്മൾ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിജിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. എന്നിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിജിറ്റ്സും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ മെനുന്ന് സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ആപ്സും അതിന്റെ വിജിറ്റ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ലോങ് പ്രസ് ചെയ്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പ്ലേസ് ആവും. ഇനി ഇതിനെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിജിറ്റിനെ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുണ്ടാവും. അല്ലെങ്കിൽ റിമൂവ്, അല്ലെങ്കിൽ റീസൈസ്, അല്ലെങ്കിൽ കസ്റ്റമൈസ്, ഈ 3 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ആപ്പ് ഡ്രോവറിൽ പോയിട്ട് ആപ്പിന്റെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിലെ വിജിറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് അവിടെ നിന്നും എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഓർഡർ വൈസ് ആൻഡ് കാറ്റഗറി വൈസ് ഓരോരോ വിജിറ്റ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഫോൺസിൽ പ്രീ ലോഡഡ് ആയിട്ട് കിട്ടുന്ന വിജിറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് ഫോൺസിൽ ആൽഫബറ്റിക് ഓർഡറിലാട്ടോ ഉള്ളത്. അപ്പം ആദ്യത്തെ അതിലത്തെ ബാറ്ററിയാണ്. ബാറ്ററിക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ 1x1 അല്ലെങ്കിൽ 2x2 എന്നുള്ള 2 ഓപ്ഷനിൽ നമുക്ക് 2 സൈസിൽ ഈ വിജിറ്റ്സ് കിട്ടുന്നുണ്ട്. ചെറുതായാലും വലുതായാലും രണ്ടിലും ഇങ്ങനെ ബാറ്ററി പെർസെന്റേജ് പൈച്ചാർട്ട് പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ വലുതിൽ താഴെ പെർസെന്റേജ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാറ്ററി സേവർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ ഒരു യെല്ലോ കളറിൽ പ്ലസ് കാണാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാറ്ററി ഇൻഡിക്കേഷനും ഇതിൽ തന്നെ കാണിക്കും. പക്ഷെ ചെറിയ വിജിറ്റിൽ നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസിനോട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡിവൈസിന്റെ ബാറ്ററി പെർസെന്റേജ് കാണിക്കും, മൊബൈലിൽ കാണിക്കില്ല. ഇനി നമ്മൾ മൊബൈലിൽ ചാർജിന് വെക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് ഒരു റെഡ് സൈൻ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ മൊബൈലിലെ ചാർജ് 20%-നെക്കാട്ടും കുറവാണെങ്കിൽ ആ പൈ ചാർട്ട് റെഡ് കളർ ആവും, ബാക്കിയുള്ള പെർസെന്റേജ് റെഡ് കളർ ആയിട്ട് കാണിക്കും. ഇനി ക്യാമറയുടെ വിജിറ്റ് ആണ്. അത് ക്യാമറ പ്രീസെറ്റിന്റെ വിജിറ്റ് ആട്ടോ. ഈ ക്യാമറ പ്രീസെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ മുന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയെന്ന് കണ്ടുനോക്കാം. ഞാനിത് ഇവിടെ കൊടുക്കാം. അതിൽ ഞാൻ എങ്ങനെയാ പ്രീസെറ്റ് ഉണ്ടാക്കുക, അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യുക, പിന്നെ പ്രീസെറ്റ്സ് എവിടുന്നാ കിട്ടുക, ഇമ്പോർട്ട് ചെയ്യാനുള്ള പരിപാടികളുണ്ട്. അതൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. QR കോഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ക്യാമറയുടെ വിജിറ്റ് എന്നുള്ള ഒരു ടോപ്പിക് വെച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഒരു ടൈപ്പ് ഓഫ് വിജിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രീസെറ്റ് സെലക്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് ക്വിക്ക് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിലിപ്പോ ഡീഫോൾട്ട് ആയിട്ട് പോർട്രേറ്റിലോട്ടേക്കാണ് പോവുക. ഇനി ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. 3 സൈസുകളിലേക്ക് നമുക്ക് റീസൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിജിറ്റിന്റെ സെറ്റിംഗ്സ് കാണാം. അതിൽ നമുക്ക് ഏത് പ്രീസെറ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക, ബാക്ക് അടിക്കുക, അത് സേവ് ആയിട്ടുണ്ടാവും. ഇനി ഈ വിജിറ്റിനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ സെലക്ട് ചെയ്ത് വെച്ച പ്രീസെറ്റിലോട്ടേക്കാണ് ഇത് പോവുക. ഇനി അടുത്തത് ചാറ്റ് GPT ആട്ടോ. ചാറ്റ് GPT നിങ്ങൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നത്തിങ് അതിൻ്റെതായ ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് അതിന്റെ വിജിറ്റ് തരുന്നുണ്ട്. 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ഒരു വിജിറ്റിൽ തന്നെ 3 കാര്യങ്ങൾ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഗിൾ, നമ്മൾ ഒരു ടൈപ്പ് ഓഫ് സാധനമേ അധികം ഉപയോഗിക്കുള്ളൂവെങ്കിൽ അത് മാത്രം നമുക്ക് വിജിറ്റ് ആക്കി വെക്കാൻ പറ്റും. ആൻഡ് ഈ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒറ്റ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റേ സിംഗിൾ ആണെങ്കിൽ നമുക്ക് പല പല സൈസിലേക്ക് അതിനെ മാറ്റാൻ പറ്റും. ഇതാണ് ആ മൾട്ടിപ്പിൾ വിജിറ്റ്. ഇതിൽ ആദ്യം ഉള്ളത് ടെക്സ്റ്റ് സെർച്ച് ആണ്. ഇനി സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ സെർച്ച് നമുക്ക് കിട്ടും. ഇനി ഒന്നും കൂടെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ സെർച്ച്, ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിനോട് ചോദിക്കാനുള്ള പരിപാടി കിട്ടും. ഇനി അടുത്തത് സിംഗിൾ സെർച്ച് മോഡുള്ള വിജിറ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെർച്ച് മാത്രമേ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ സാധനം മാത്രം ഇതിൽ കയറ്റി വെക്കാൻ പറ്റും. ആൻഡ് ഇതാണെങ്കിൽ നമുക്ക് റീസൈസിങ് ഓപ്ഷൻ ഉണ്ട്. 3 സൈസിലേക്ക് നമുക്കിത് റീസൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ക്ലോക്കിന്റെ വിജിറ്റ് ആണ്. അത് നമുക്ക് 3 ടൈപ്പാണ് കിട്ടുന്നത്. ഒന്ന് അനലോഗ് ക്ലോക്ക്, ഒന്ന് ഡിജിറ്റൽ ക്ലോക്ക്, പിന്നെ ഒന്ന് വേൾഡ് ക്ലോക്ക്. ഇനി അനലോഗ് ക്ലോക്കിൽ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്, ബോൾഡ് എന്ന് പറഞ്ഞത്, ഒന്ന് സ്കെയിലും. ഈ 2 ടൈപ്പ് ഓഫ് ക്ലോക്കിനെ നമുക്ക് 3 രീതിയിൽ റീസൈസ് ചെയ്യാനും പറ്റും. അടുത്തത് ഡിജിറ്റൽ ക്ലോക്ക് ആണ്. ഇതിനെ അതുപോലെ തന്നെ 3 രീതിയിൽ റീസൈസ് ചെയ്യാൻ പറ്റും. അടുത്തത് വേൾഡ് ക്ലോക്ക്
ലോക്ക് ആണ്. അതിൽ റീസൈസിങ് ഓപ്ഷൻ ഇല്ല, പക്ഷെ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ആ വിജിറ്റ് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഇപ്പൊ ഏത് കൺട്രിയിലാണോ ഉള്ളത് അവിടുത്തെ ടൈമാണ് കാണിക്കുക. പിന്നെ താഴോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ +0 minutes എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ സമയം തന്നെ. ഇനി ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് കിട്ടും. ആ സെറ്റിംഗ്സ് പോയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലത്തെ ഒരു സിറ്റിന്റെ ടൈം നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇനിയിപ്പോ ഇതാ ഇതിലത്തെ ഹോം മറി ടോക്കിയോ എന്നായിട്ടുണ്ട്, അവിടുത്തെ ടൈമാണ് കാണിക്കുന്നത്. പിന്നെ +3.5 എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പത്തെ ടൈമിനെക്കാട്ടും +3.5 hours അവിടെ കൂടുതലാണ്. ഇനി ഞാൻ ഗ്രീൻവിച്ച് മെറീഡിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഏതേ ഒരു കൺട്രി ലണ്ടൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാ അവിടുത്തെ ടൈം കാണിക്കുന്നുണ്ട്. -4.5 hours എന്നും കാണിക്കുന്നുണ്ട്. അടുത്തത് കോമ്പസിന്റെ ആണ്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ പെർമിഷൻ അതിന് കൊടുക്കണം. മാത്രമല്ല അത് ഓൾ ദ ടൈം എന്നുള്ള ഓപ്ഷനിലാണ് കൊടുക്കേണ്ടത്. അല്ലാതെ വൈൽ യൂസിങ് ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. കോമ്പസിന്റെ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്, ഒന്ന് ചെറുതും ഒന്ന് വലുത്. ചെറുതിലെ ഡയറക്ഷൻ ഇങ്ങനെ എഴുതി കാണിക്കൊന്നുമില്ല. പിന്നെ അതിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും, അത് ടേൺ ഓൺ ചെയ്തിടണം. പിന്നെ ഓൾട്ടിറ്റ്യൂഡിന് യൂണിറ്റ് നമുക്ക് മീറ്ററിൽ വേണോ ഫീറ്റിൽ വേണോ എന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഇങ്ങനെ തിരിക്കുമ്പം പ്രൈമറി ഡയറക്ഷൻ ആയിട്ടുള്ള നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എത്തുമ്പോൾ ചെറുതായിട്ട് ഒരു വൈബ്രേഷൻ കിട്ടും. ഇതിന് രണ്ടിനെ നമുക്ക് ടാപ്പ് ചെയ്താൽ ഓണും ഓഫ് ആക്കാൻ പറ്റും. വലിയ വിജിറ്റിനോ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് കാണിക്കും, അപ്പോഴാണ് അത് ഓൺ ആയിട്ടുണ്ടാവുക. പിന്നെ അതിനെ തന്നെ സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഓൾട്ടിറ്റ്യൂഡും കാണിക്കും. ഇനി അടുത്തത് കൗണ്ട് ഡൗണിന്റെ വിജിറ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡേറ്റ് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ കൗണ്ട് ഡൗൺ കൊടുക്കാം. ആനിവേഴ്സറി അല്ലെങ്കിൽ എക്സാം വരുന്നുണ്ടെങ്കിൽ എവിടെയും ട്രിപ്പ് പോകാണ്ടെങ്കിലൊക്കെ അതിന്റെയൊക്കെ കൗണ്ട് ഡൗൺ നമുക്ക് ഹോം സ്ക്രീനിൽ വെക്കാൻ പറ്റും. ഇത് ഹോം സ്ക്രീനിലോട്ട് കൊണ്ടുവന്ന് അപ്പൊ തന്നെ അതിന്റെ സെറ്റിംഗ്സ് ഓൺ ആവും. ഇനി ഇതിലുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ വിജിറ്റ് ആഡ് ആവുള്ളൂ. ഫസ്റ്റ് നെയിം എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ ആണെന്ന്, പിന്നെ ഏത് ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. കുറെ ഷേപ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് വേറെ സെറ്റിംഗ്സ് ഉണ്ട്. റെക്കറിംഗ് ആണോ, റിമൈൻഡർ വെക്കണോ, പിന്നെ എക്സ്ട്രാ ഇൻഫർമേഷൻസ് നമുക്ക് താഴെ സ്വൈപ്പ് ചെയ്താൽ കിട്ടും എന്ന് പറയുന്നത്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ വിജിറ്റ് ആഡ് ആയിട്ടുണ്ടാവും. കൗണ്ട് ഡൗണിൽ ഇനി എത്ര ദിവസം ഉണ്ടെന്ന് എന്തിന്റെ കൗണ്ട് ഡൗൺ ആണെന്ന് ഇതിൽ കാണിക്കും. അടുത്തത് ഡേറ്റിന്റെ വിജിറ്റ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ. ഞാനിത് ഹോം സ്ക്രീനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡേ മാറില്ല. നമ്മൾ ഈ കാലണ്ടർ മാറ്റുന്ന പോലെ നമ്മളത് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ പേജ് മറിക്കുന്ന പോലത്തെ ഒരു ആനിമേഷൻ ആയിട്ട് വരും. അത് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാറാനുള്ള ഓപ്ഷനിൽ വെക്കാം, പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടില്ല. സോ ഞാൻ അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പേജ് മറിക്കുമ്പോഴേ അത് മറിയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ രീതിയിലും ആക്കി വെക്കും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 സെറ്റിംഗ്സ് ഉണ്ട്. ഒന്ന് ഡേ കാണിക്കണോ എന്നുള്ളത്, പിന്നെ ഓട്ടോ അപ്ഡേറ്റ് വേണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ഇതിനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ കാലണ്ടറിലോട്ടേക്കാണ് പോവാം. അടുത്തത് ന്യൂസിന്റെ വിജിറ്റ് ആണ്. നിങ്ങൾ ഈ പറയാൻ പോകുന്ന സംഭവം കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നത്തിങ്ങിന്റെ എസെൻഷ്യൽ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലത്തെയാണ് ഈ വിജിറ്റ്. ഇങ്ങനെ ഇടക്കിടക്കൊന്നും കേൾക്കാറില്ല, പക്ഷെ ഞാൻ ഇപ്പോൾ ഓണാക്കി കഴിഞ്ഞാലും ഇതിൽ ഒന്നെങ്കിൽ UK അല്ലെങ്കിൽ USA ബേസ്ഡ് ന്യൂസ് ആയിരിക്കും ഉണ്ടാവാറ്. അതിലത്തെ ലൊക്കേഷൻ മാറ്റാനുള്ള സംഭവം ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ അത് ജോണർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ആ പറഞ്ഞ എസെൻഷ്യൽ ന്യൂസ്. ഇത് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ ജോണർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ താഴെ എഴുതിയിട്ടുണ്ട് തേർഡ് പാർട്ടി സോഴ്സ് എന്നാണ് ന്യൂസ് വരുന്നത്. നത്തിങ്ങിന്റെ കുറ്റം പറയരുത്, അക്യുറേറ്റ് അല്ലെങ്കിൽ. ഇനി ഇതിപ്പോ സെറ്റപ്പ് ആയി. ഇനി നമ്മൾ ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് കേൾക്കാൻ തുടങ്ങും. Hey everyone, and welcome back to Nothing News, where we check our calendars to make sure it's not opposite day. ഒരു നത്തിങ് ടച്ച് കൊടുത്ത് ഒരു കോമഡി ആക്കിയിട്ടുള്ള രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയും. ഒരു ദിവസം 8 ന്യൂസ് ആട്ടോ ഉണ്ടാവുക. ആൻഡ് ഓരോ ന്യൂസും ഓരോ ഗ്രാഫിലത്തെ ലൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓരോ ന്യൂസ് തീരും തോറും ആ ഗ്രാഫിലത്തെ ലൈൻ ഇങ്ങനെ ചെറുതാവുന്നതും കാണാം. അടുത്ത ന്യൂസ് തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ലൈൻ ചെറുതാവുന്ന കാണാം. അതുപോലെ ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തത് എസെൻഷ്യൽ സ്പേസിന്റെ വിജിറ്റ് ആണ്. 3 ടൈപ്പ് ഓഫ് വിജിറ്റ്സ് ആണ് ഇതിലുള്ളത്. ആദ്യത്തേൽ നമ്മൾ എസെൻഷ്യൽ കീ വെച്ചെടുത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് കാണിക്കും. അടുത്തതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ വെച്ചിട്ടുണ്ട്, അത് കാണിക്കും. അടുത്തത് ചെക്ക് ലിസ്റ്റ് ആണ്. ഇതിലെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ കോട്ടപ്പ് എന്ന് കാണിക്കും. അടുത്തത് മ്യൂസിക് പ്ലെയറിന്റെ വിജിറ്റ് ആണ്. നമ്മൾ ഏത് മ്യൂസിക് സ്ട്രീമിംഗ് ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിലും ഈ വിജിറ്റ് നമുക്ക് അതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ തംബ്നെയിൽ ഉണ്ടാവുമല്ലോ മ്യൂസിക്കിന്റെ, ആ പാട്ടിന്റെ തംബ്നെയിൽ നമുക്ക് അതിൽ കിട്ടും. അടുത്തത് നത്തിങ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞ സംഭവമാണ്. നത്തിങ് വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നത്തിങ് ഹെഡ്ലൈൻ വഴി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നത്തിങ് എക്സ് എന്ന് പറഞ്ഞൊരു വിജിറ്റ് ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കാണിക്കണമെങ്കിൽ നത്തിങ്ങിന്റെ തന്നെ ഇയർഫോൺ വേണം. അത് പെയർ ചെയ്യുമ്പോൾ അത് അതിന്റെ ബാറ്ററി പെർസെന്റേജ് സംഭവങ്ങളൊക്കെ കാണിക്കും. പെയർ ആയിട്ടില്ലെങ്കിൽ ആ വിജിറ്റ് ഹോം സ്ക്രീനിൽ വരികയില്ല. ഇനി വേറൊരു സംഭവമാണ് പെഡോമീറ്റർ. നമ്മൾ എത്ര നടന്നതെന്ന് വിജിറ്റ് വഴി അത് ആനിമേറ്റ് ചെയ്ത് കാണിച്ചു തരും. ആൻഡ് നമ്മൾ നടന്നിട്ടില്ലെങ്കിൽ അത് നടക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. ഇതും സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പെർമിഷൻസ് ഒക്കെ അലൗ ചെയ്ത് വിടാനുണ്ട്. അടുത്തത് ഫോട്ടോസിന്റെ വിജിറ്റ് ആണ്. ഇതിൽ നമുക്ക് ഓൾറെഡി ഇതിലുള്ള ഫോട്ടോസ് വേണമെങ്കിൽ വിജിറ്റ് ആക്കി വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫോട്ടോസ് നമുക്ക് വിജിറ്റ് ആക്കി വെക്കാൻ പറ്റും. ഈ വിജിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓൾറെഡി ഉള്ള ഫോട്ടോ ആണ് കാണിക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പല ഓപ്ഷൻസ് നമുക്ക് ലോങ് പ്രസ് ചെയ്താൽ കിട്ടും. റിമൂവ്, സെറ്റിംഗ്സ്, റീസൈസ്, ഷെയർ, പിന്നെ നമുക്ക് ഓൺ ദ സ്പോട്ട്
പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി ഗാലറിയിലുള്ള ഫോട്ടോ പിടിപ്പിക്കാൻ പറ്റും. ഫോട്ടോ മാറ്റണമെങ്കിൽ വിജിറ്റിന്റെ സെറ്റിംഗ്സിൽ പോവാ, ആഡ് ഫോട്ടോസ് പോവാ, എന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. ഒരു ഫോട്ടോ ആണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ മാറി മാറി വരണമെങ്കിൽ അത്രയും ഫോട്ടോസ് സെലക്ട് ചെയ്യാം. ഇനി ആ സെലക്ട് ചെയ്ത ഫോട്ടോസിൽ തന്നെ നമുക്ക് വേറെ കുറെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഒന്ന് കൂടുതൽ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് ഷഫിളിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്: ഓൺ, അൺലോക്ക്, അവർലി, ഡെയിലി. പിന്നെ അതുപോലെ തന്നെ ഗ്രേ സ്കെയിൽ വെക്കാം, വെക്കാതിരിക്കാം. ഗ്രേ സ്കെയിൽ ആണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. പിന്നെ ഫ്രെയിം വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ വെക്കാം. ഇതിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് വിജിറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അത് മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഫോട്ടോ വിജിറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇനി അടുത്തത് ക്വിക്ക് ലുക്ക് എന്ന് പറഞ്ഞ വിജിറ്റ് ആട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അപ്കമിംഗ് ഇവന്റ് ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ കറന്റ് വെതറും കാണാൻ പറ്റും. ഇതിൽ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്: സ്ക്വയറും ട്രാൻസ്പെറന്റും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കാലണ്ടർ ആണോ വേണ്ടത് അല്ലെങ്കിൽ വെതർ ആണോ വേണ്ടത്. ഇനി അടുത്തത് ക്വിക്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞ വിജിറ്റ് ആണ്. ക്വിക്ക് സെറ്റിംഗ് നമുക്ക് 3 ഷേപ്സിൽ അവൈലബിൾ ആണ്. അത് പിന്നെ നമുക്ക് കുറെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ 3 ഷേപ്സിൽ കിട്ടും. ആൻഡ് ഇതിനെ ഹോം സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ അപ്പൊ തന്നെ ഏത് ആക്ടിവിറ്റിക്കാണ് ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടതെന്ന് ഓപ്ഷൻ കാണിക്കും. നമ്മളെ നോട്ടിഫിക്കേഷൻ പാനലിലുള്ള ബ്രൈറ്റ്നസ് ഒഴികെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിന് വൈഫൈ ആണ് കൊടുത്തെങ്കിൽ ഇനി നോട്ടിഫിക്കേഷൻ പാനലിൽ പോവാതെ തന്നെ എനിക്ക് ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ ഓണും ഓഫും ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ബാക്കി 2 ഷേപ്പ് ഓപ്ഷൻസിലുള്ള സെറ്റിംഗ്സ്. ജസ്റ്റ് ലുക്കിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അടുത്തത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡർ ആപ്പിന്റെ വിജിറ്റ് ആണ്. 2 ടൈപ്പാണ് ഇതിലുള്ളത്. ഒന്ന് നമുക്ക് സറൗണ്ടിങ് മാത്രം റെക്കോർഡ് ചെയ്യാനുള്ളത്, പിന്നെ ഒന്ന് നമുക്ക് നമ്മുടെ മീഡിയ എന്ന് വെച്ചാൽ മൊബൈലിൽ നമ്മളിപ്പം കോൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാട്ട് വെക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം, പ്ലസ് സറൗണ്ടിങ്. അപ്പം വാട്സപ്പ് കോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കോളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ വിജിറ്റ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സ്ക്രീൻ ടൈമിന്റെ വിജിറ്റ് ആട്ടോ. ഇതിൽ നമുക്ക് ഡെയിലി ലിമിറ്റഡ് സ്ക്രീൻ ടൈമിന്റെ സെറ്റ് ചെയ്തിട്ട് അതിൽ ഇപ്പൊ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞെന്ന് കാണിക്കും. അടുത്തത് വെതറിന്റെ വിജിറ്റ് ആണ്. ഇതിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് വിജിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇതിന് ഓരോന്നിനെ ആഡ് ചെയ്യുമ്പോഴും നമുക്കൊരു സ്പെസിഫിക് സിറ്റി അല്ലെങ്കിൽ കറന്റ് ലൊക്കേഷനിലത്തെ വെതർ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വെതറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ടച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ അതിന് താഴോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ, മാക്സിമം മിനിമം ടെമ്പറേച്ചർ അങ്ങനെയൊക്കെ കാണിക്കും. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള 3 വിജിറ്റ്സിലത്തെയും സെറ്റിംഗ്സ്. കറന്റ് ലൊക്കേഷൻ ആണ് കൊടുക്കുന്നെങ്കിൽ ലൊക്കേഷൻ ആക്സസ് കൊടുക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞത് നമുക്ക് മൊബൈലിൽ വാങ്ങുമ്പോൾ തന്നെ പ്രീ ലോഡർ ആയിട്ട് കിട്ടുന്ന വിജിറ്റ്സ് ആണ്. ഇതല്ലാതെ നത്തിങ് കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ ഷെയർ ചെയ്ത് അത് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത വിജിറ്റ്സ് കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട്. ഫ്രീ ആപ്പാണ്. ഇതല്ലാതെ വേറെ 2 ആപ്പും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നത്തിങ് കമ്മ്യൂണിറ്റി വിജിറ്റ്സ് എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പെയ്ഡ് ആയിട്ടുള്ള സാധനമൊന്നും ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മറ്റേ സാധനം ഫ്രീ ആയിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിലത്തെ 2 വിജിറ്റ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ വിജിറ്റിന്റെ പേര് ഫോർച്യൂൺ എന്നാണ്. സംഭവം നമ്മൾ സ്കൂളിലൊക്കെ തോട്ട് ഫോർ ദ ഡേ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കോട്ട്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ നത്തിങ്ങിൻ്റെതായ ഒരു സ്റ്റൈലായിരിക്കും അത് ആ സെന്റൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇത് വെച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത് ഓരോ ദിവസം ഇങ്ങനെ റിഫ്രഷ് ആവും കേട്ടോ. അപ്പം എൻ്റെ ഒരു വെക്കാബുലറി വെച്ച് ഈ പറഞ്ഞ സംഭവം എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. പക്ഷേ ഇതേ സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാറ്റ് ജിപിടിയിലോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. സാധാരണ ഒരു പ്രോവർബ് ആയിരിക്കും, അതൊന്ന് റീഫ്രെയിം ചെയ്ത് വേറൊരു രീതിയിൽ അത് അവതരിപ്പിക്കും. അതാണ് സംഭവം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെക്കാം, അത് ഫ്രീ ആണ്. അടുത്തത് നമ്മുടെ പണ്ടത്തെ മൊബൈലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഐക്കോണിക് ഗെയിം ആയിട്ടുള്ള സ്നേക്ക് ഗെയിം ഇല്ലേ, അതിന്റെ വിജിറ്റ് വേർഷൻ അവൈലബിൾ ആണ്. അതാണ് സ്നേക്ക് ഗെയിം വിജിറ്റ്. അതും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിജിറ്റിന്റെ സെക്ഷനിൽ ഞാൻ ആദ്യം പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഈ 2 സാധനങ്ങളും നമുക്ക് കിട്ടും. ഇനിയും കുറച്ച് വിജിറ്റ്സിനെ കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ അതിലത്തെ വിജിറ്റ്സിനെ കുറിച്ചും പറയാനുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലത്തെ വിജിറ്റ്സിനെ കുറിച്ചും പറയാനുണ്ട്. സോ അതൊക്കെ കൂടെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. സോ ഞാൻ അത് വേറൊരു വീഡിയോ പറയാം. ആൻഡ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒന്ന് വിട്ടോണ്ട. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഞാൻ ഒരു സെറ്റ് ഓഫ് വിജിറ്റ്സിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്, പക്ഷേ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് പറയട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷനോട് ഓൺ ആക്കിട്ടോ. പിന്നെ ഈ ചാനലിൽ ഞാൻ വേറെ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ടെക് റിലേറ്റഡ്, ഇൻഫർമേറ്റീവ്, ട്രാവൽ, വ്ളോഗിങ്, ക്രിയേറ്റീവ്, അങ്ങനെ പല സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയെന്ന് കണ്ടോക്ക്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.